ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ പോട്ട് തന്നെയാണ്. നമ്മൾ വീട്ടിലെ സീഡ്സ് ഒക്കെ, അതായത് വിത്തുകളൊക്കെ മുളപ്പിക്കാൻ സാധാരണ യൂസ് ചെയ്യാറ് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളാണ്. ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ബ്ലാക്ക് കവറുകളൊക്കെയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിക്കാറ്. അതിൽ വെച്ചിട്ടാണ് വിത്ത് മുളപ്പിക്കാറ്. അപ്പോൾ നമ്മൾ ഏകദേശം വിത്ത് മുളച്ച് ഏകദേശം ഒരു മാസത്തോളം ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് റീപോർട്ട് ചെയ്യേണ്ട ഒരു ഘട്ടം വരും. അപ്പോൾ അങ്ങനെ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വിത്ത് മുളപ്പിക്കാൻ വേണ്ടി നമുക്ക് പഴയ അതിന് യൂസ് ചെയ്ത കവർ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാറില്ല. അത് ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ നമുക്കത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് പ്രശ്നമാണ്. ഒന്നുകിൽ നമുക്കത് കത്തിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ആ പ്ലാസ്റ്റിക് കവറിന് പകരമായി യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ പോട്ടുകൾ നമുക്ക് വീട്ടിൽ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാടെണ്ണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സിമെന്റിലാണ് ഇവ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ വിത്ത് മുളപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതേ പോട്ടുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് വിത്തുകൾ മുളപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് കവർ നമ്മൾ സാധാരണ ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഇവിടെ സിമെന്റിലായതുകൊണ്ട് നമുക്കത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. വീണ്ടും നമുക്കത് വിത്ത് മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാലം നമുക്കത് ഉപയോഗിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇത് ഭംഗിയായിട്ട് ഇതിന് മേലെ പെയിന്റ് ചെയ്യുകയാണെങ്കിൽ സെക്കുലന്റ് പ്ലാന്റ് പോലത്തെ ഇൻഡോർ പ്ലാന്റുകളും നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഇൻഡോർ പോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന്റെ നിർമ്മാണ രീതി എങ്ങനെയെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് തരിച്ചെടുത്ത സാൻഡ്, നന്നായിട്ട് തരിച്ചെടുത്ത സാൻഡ്, അതുപോലെ സിമെന്റ്. അപ്പൊ ഒരു കപ്പ് സാൻഡിന് 1 കപ്പ് സിമെന്റ് ആണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് സാൻഡിന് 1 കപ്പ് സിമെന്റ് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ വേണ്ടത് മോൾഡായിട്ട് യൂസ് ചെയ്യാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കപ്പാണ്. ഇത് പെയിന്റിന്റെ 1 ലിറ്റർ പെയിന്റിന്റെ ഒരു കപ്പാണ്. അപ്പൊ ഇത് ഒരെണ്ണം വേണം. ഇതാണ് നമ്മൾ അളവ്. മിക്സ് ചെയ്യാനായിട്ട് ഒരു പാത്രം, സിമെന്റും മണ്ണും മിക്സ് ചെയ്യാനായിട്ട് ഒരു പാത്രം കരുതുക. ഇനി വേണ്ടത് ഇതുപോലെ തെർമോകോളിന്റെ പീസാണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് വേണ്ട കാര്യമാണ്. പ്ലൈവുഡിന്റെ ഒക്കെ കഷ്ണങ്ങളോ ആണ് വേണ്ടത്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് 1 കപ്പ് മണലിന് 1 കപ്പ് സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് സാൻഡിന് 1 കപ്പ് സിമെന്റും യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം നമ്മൾ ഒരുപാട് ഒഴിക്കാൻ പാടില്ല. ഒരുപാട് ഒഴിക്കുമ്പോൾ ഇത് നമുക്ക് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു അളവ് എങ്ങനെ വെച്ചാൽ, നമ്മൾ പുട്ടിനൊക്കെ പൊടി എടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കൂലേ, ഓവറായിട്ട് നമ്മൾ ഒഴിക്കൂലല്ലോ. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പോട്ടിന്റെ അടിഭാഗം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിമെന്റ് ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിന്റെ അകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അടിഭാഗം സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് കനം പാടില്ല. നമുക്ക് ഏകദേശം ഒരു അതിന്റെ അടിഭാഗം എന്ന് പറയുന്ന പോട്ടിന്റെ അടിഭാഗം ഏകദേശം ഒരു 1.5 സെന്റിമീറ്റർ, ഏകദേശം 1/2 ഇഞ്ച് ഒക്കെ മതിയാവും. അപ്പൊ അത്രയും കണ്ടുകൊണ്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ.
അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ കണ്ടെയ്നർ അതിൻ്റെ അകത്ത് ഇറക്കി വെക്കുക. പിന്നെ രണ്ട് സൈഡിൽ നിന്നും സിമെന്റ് നമ്മൾ നന്നായിട്ട് നമ്മുടെ മിക്സിങ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. സിമെന്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നന്നായി ടൈറ്റ് ആക്കിയിട്ട്, അതായത് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് കൊണ്ടോ നന്നാക്കി ടൈറ്റ് ആക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അകത്ത് വെച്ച കണ്ടെയ്നർ റിമൂവ് ചെയ്തെടുക്കുമ്പോൾ വളരെ പതുക്കെ എടുക്കാൻ നോക്കുക. ജസ്റ്റ് അതിൻ്റെ അകത്തും തട്ടി കൊടുത്താൽ അത് നമുക്ക് സുഖമായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്ത് പൊട്ടിപ്പോകും. ഇനി ഇതുപോലെ ഒരു തെർമോക്കോൾ അല്ലെങ്കിൽ പ്ലൈവുഡിന്റെ പീസ് എന്തെങ്കിലും വെച്ചിട്ട് മെല്ലെ മറിക്കുക. ഓവറായിട്ട് ഷെയ്ക്ക് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ മെല്ലെ തട്ടി കൊടുക്കുക. സ്കെയിൽ ഉപയോഗിച്ചിട്ടോ ഓവറായിട്ട് തട്ടി കൊടുക്കരുത്, മെല്ലെ തട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ പൊക്കി കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തത് ഉണ്ടാക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം സിമെന്റ് ബാലൻസ് ഉണ്ടോ, നമ്മുടെ മിക്സിങ് ബാലൻസ് ഉണ്ടോ, അത്രത്തോളം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്നേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ വീണ്ടും ഉണ്ടാക്കി തെർമോക്കോൾ വെച്ചിട്ട് മറിക്കുക, എടുക്കുക, അതുപോലെ വീണ്ടും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇത് സെറ്റ് ആവാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 24 hours ആണ്, 24 മണിക്കൂറാണ്. നിങ്ങൾക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോട്ടുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. കാരണം അത് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് പെയിന്റ് അടിച്ച് യൂസ് ചെയ്യാം, അല്ലാതെയും യൂസ് ചെയ്യാം. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.